മാൻഡേറ്ററി ആണ് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഇന്നലെ 11:10 ഞങ്ങളുടെ 2 മന്ത്രിമാർ ഇവിടെ വന്ന് ഉണ്ടാക്കിയെന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ ഈ കോട്ടയത്ത് നിന്ന്, ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറമുള്ള തെള്ളകത്തെ ആഡംബര കൺവെൻഷൻ സെന്ററിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 12 മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും DGPയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും 4 ജില്ലാ കളക്ടർമാരും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭരണ നിർവഹണ യന്ത്രം ഈ മെഡിക്കൽ കോളേജിന്റെ 4 കിലോമീറ്റർ അപ്പുറം ഉണ്ടായിരുന്നപ്പോഴാണ് ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ ഇവിടെ ഒരു കെട്ടിടം തകർന്നു വീണപ്പോ അതിനകത്തേക്ക് ഒരു JCB കടത്തിവിടാൻ 2.5 മണിക്കൂർ നേരമെടുത്തത് എന്നതിനാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ആവർത്തിച്ചു പറയുന്നു. ആ ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദി ആ 2 മന്ത്രിമാരാണ്. അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. വീണ ജോർജ് സാരി ഉടുത്ത കാലനാണ്. ജോർജ് സാരി ഉടുത്ത കാലനാണ് എന്ന് യൂത്ത് ആവർത്തിച്ചു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സൂചനാ സമരമാണ്. ഈ സമരം അങ്ങ് മെഡിക്കൽ കോളേജിലേക്ക് നടത്താൻ ഞങ്ങൾക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ സാധാരണക്കാരായ രോഗികൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സമരം കേരളമാകെ ആളിപ്പടരും. വീണ ജോർജിന്റെ രാജി, ആ രാജിയിലല്ലാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ, പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ, പ്രിയപ്പെട്ട ഗൗരി ശങ്കർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയങ്കരനായ ഈ സമരത്തിന്റെ ഉദ്ഘാടകൻ പുതുപ്പള്ളി